അവയവ തകരാറുകൾ മൂലം കോടിക്കണക്കിന് ആളുകൾ ഇന്ത്യയിൽ രോഗികളായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം 4000-ഓളം ആളുകൾക്ക് മാത്രമേ അവയവങ്ങൾ കിട്ടാൻ സാധിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരിൽ 15% പേരും അവയവങ്ങൾ ലഭിക്കാത്തതിനാൽ ഓരോ ദിവസവും മരിച്ചു പോകുന്നു. 10 മിനിറ്റിൽ ഒരാൾ എന്ന ക്രമത്തിൽ ഇന്ത്യയിൽ മരണപ്പെടുന്നുണ്ട്. കേരളത്തിൽ ഒട്ടനവധി രോഗികൾ അവയവങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പലരും അവയവങ്ങൾ കിട്ടാതെ മരണപ്പെടുന്നു. കേരള സർക്കാരിന്റെ പഠനപ്രകാരം 2000-ഓളം ആളുകൾ വിവിധതരം അവയവങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ പേരും വൃക്കരോഗികളാണ്. ഈ ഒരു സാഹചര്യത്തിൽ അവയവദാനമല്ലാതെ മറ്റൊരു പോംവഴിയില്ല. മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്യുകയോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വയമേവ ദാനം ചെയ്യുക വഴിയോ മാത്രമേ ഈ ഒരു വേദനാജനകമായ അവസ്ഥയിൽ നിന്ന് നമുക്ക് മോചനമുള്ളൂ. ഞാൻ ഈ രോഗം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ കിഡ്നി രോഗികളുടെ ഇടയിൽ പ്രവർത്തിച്ചിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഏകദേശം ഒരു 15 വർഷങ്ങൾക്ക് മുന്നേ സതീശൻ എന്ന പേരായ ഒരു പയ്യനുണ്ടായിരുന്നു. ഈ സതീശന് വൃക്കരോഗം വരികയും ആ ചികിത്സ താങ്ങാനാവാതെ സതീശന്റെ പിതാവ് ആത്മഹത്യ ചെയ്തൊരു സംഭവം ഉണ്ടായി. വാസ്തവത്തിൽ ആ ഒരു ആത്മഹത്യ സമൂഹത്തോടുള്ള ചോദ്യചിഹ്നമായിരുന്നു. തുടർന്ന് നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് സതീശനെ രക്ഷിക്കുവാൻ വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. ആ കമ്മിറ്റിയുടെ പേരാണ് സതീശൻ ചികിത്സാ സഹായ സമിതി. സതീശന്റെ സമിതിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി. അനുയോജ്യമായ വൃക്ക ലഭ്യമായില്ല. കോയമ്പത്തൂർ കോവൈ മെഡിക്കൽ സെന്ററിലാണ് സതീശനെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വൃക്ക ലഭ്യമല്ലാത്തൊരു സാഹചര്യത്തിൽ ഡയാലിസിസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. ആ സാഹചര്യത്തിൽ ആശുപത്രിയുടെ മുന്നിൽ ഒരു അപകടമുണ്ടാവുകയും ആ അപകടത്തിൽപ്പെട്ട പയ്യന്റെ വൃക്ക ദാനം ചെയ്യുവാൻ അവരുടെ കുടുംബം തയ്യാറാവുകയും ചെയ്തു. അങ്ങനെ ആ വൃക്കയാണ് സതീശനിൽ ജീവൻ നൽകിയത്. ഇന്നും ആ വൃക്കയുമായാണ് സതീശൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സതീശന്റെ ചികിത്സ വിജയിച്ചതിന് ശേഷം, സതീശൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഒട്ടേറെ രോഗികൾ ഞങ്ങളെ പല കാര്യങ്ങൾക്കുമായി സമീപിക്കുകയുണ്ടായി. പല കാര്യങ്ങളിലും ഇടപെടാൻ കഴിഞ്ഞു. അവർക്ക് ആശ്വാസമെത്തിക്കുവാൻ കഴിഞ്ഞു. പലരെയും ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ കഴിഞ്ഞു. ബെന്നി ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അഡ്വക്കേറ്റ് KV ബാബു ഉണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിലും മുറിയിൽ നിന്നിട്ടാണ് ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പോകുമ്പോഴാണ് ബെന്നിയെ പരിചയപ്പെടുന്ന ഇങ്ങനെ കൺസ്യൂമർ മേഖലയും കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട വർക്കാണ് ബെന്നി ചെയ്യുന്നത് മനസ്സിലാവുന്നത്. സതീഷിന് വേണ്ടിയാണ്. സതീശൻ എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഡയാലിസിസ് പ്രശ്നങ്ങൾ കാരണം കൊണ്ട് ബുദ്ധിമുട്ടുകൾ സംഭവിച്ച കാര്യങ്ങൾ അതിൽ ബെന്നി ഉൾപ്പെട്ട സംഘം അവരുടെ കുടുംബത്തിന് താങ്ങും തണലായി നിന്നതറിയാം. പിന്നീട് അതിനെപ്പറ്റി കൂടുതൽ ബെന്നി കാര്യങ്ങളുണ്ടെങ്കിലും കൂടുതൽ അത് ഡിസ്ക്ലോസ് ചെയ്തിരുന്നില്ല പുറത്ത്. പക്ഷേ ഈ തോമസ് പള്ളിക്കുന്ന് പറഞ്ഞ ആൾ കാണുമ്പോഴാണ് കൂടുതൽ പറയാറ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും വിവരങ്ങളും കിട്ടി ചോദിക്കുമ്പോൾ ബെന്നി കാര്യങ്ങൾ പറയും. അഡ്വക്കേറ്റ് AD ബെന്നിയുമായിട്ട് വളരെ ചെറുപ്പം മുതലുള്ള ബന്ധമാണ്. പഠനകാലഘട്ടത്തിൽ തന്നെ ഞങ്ങള് സുഹൃത്തുക്കളെ പോലെ തന്നെ. ഞാൻ പഠിച്ചിട്ടുള്ളത് എൽത്തുരുത്ത്, അതുപോലെ സെന്റ് തോമസ്, ചിന്മയ മിഷൻ കോളേജുകളിലാണ്. അദ്ദേഹം കേരളവർമ്മ കോളേജിലായിരുന്നു. എന്നാലും മിക്കവാറും കണ്ടുമുട്ടുക, അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് സന്ദേശങ്ങൾ കൈമാറുക,
പിന്നെ സമകാലീന വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുക, അതൊക്കെ അന്നും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള അടുപ്പം എ ഡി ബെന്നിയുമായിട്ട് ചെറുപ്പകാലം മുതലേ ഉണ്ടായിരുന്നു. പിന്നീട് നാട്ടിലുണ്ടായിട്ടുള്ള ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ ഒരു സതീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് 2 വൃക്കകളും നഷ്ടപ്പെട്ട് ആ വീടിനും അതുപോലെ തന്നെ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട്, പ്രശ്നങ്ങള്, പ്രയാസങ്ങള്, അദ്ദേഹത്തിന്റെ ഫാദർ സൂസൈഡ് ചെയ്യുന്ന ഇതിലേക്ക് എത്തി. ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെ സതീഷിന് വേണ്ടിയിട്ട് കമ്മിറ്റി ഉണ്ടാക്കുകയും അതിന്റെ ചെയർമാനായിട്ട് പ്രവർത്തിക്കാനായിട്ട് എനിക്ക് അവസരം കിട്ടി. ആ കമ്മിറ്റിയിലെ കൺവീനറായിട്ട് അഡ്വക്കേറ്റ് എ ഡി ബെന്നി പ്രവർത്തിക്കുകയുണ്ടായി. അപ്പോ അങ്ങനെയാണ് പിന്നെ കൂടുതൽ ആ സൗഹൃദ ബന്ധം കൂടുതൽ ആഴത്തില് ആ ബന്ധം കൂടുതൽ വരുന്നത്. മാത്രമല്ല ആ കുട്ടിയുടെ ചികിത്സ കമ്മിറ്റി ഏറ്റെടുക്കുകയും തുടർന്ന് അവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, ട്രാൻസ്പ്ലാന്റേഷനൊക്കെ ചെയ്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായി ആ കമ്മിറ്റിക്ക് കഴിയുകയും ചെയ്തു. അത് ആ നാടിന്റെ വലിയൊരു മാതൃകാപരമായ പ്രവർത്തനമായിരുന്നു. ഈ ജീവകാരുണ്യ സമിതിയുടെ ഒരു പ്രധാന പ്രവർത്തകനായിരുന്നു ആ സമയത്ത്. അതിനുശേഷം അതിന്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഇതുപോലെ തന്നെ വൃക്കരോഗം കാണുകയുണ്ടായത്. ഒരു ദിവസം ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ച് ഒരു ക്ലാസ് തൃശൂർ ബാർ അസോസിയേഷന്റെ എടുത്തതിനു ശേഷം ശരീരത്തിന് ക്ഷീണം തോന്നുകയും ഒന്ന് പരിശോധിക്കാം എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രക്തപരിശോധന നടത്തുകയുമായിരുന്നു. അപ്പോഴാണ് ക്രിയേറ്റിൻ വലിയ രീതിയിൽ, ക്രിയേറ്റിൻ 8.6 ആയിരുന്നു അത് കണ്ടുപിടിക്കുമ്പോൾ തന്നെ. അതായത് 2 വൃക്കകളും ഏറെക്കുറെ നിശ്ചലമായ അവസ്ഥയിലാണ് എന്റെ അസുഖം സ്ഥിരീകരിച്ച്. ഉടനെ തന്നെ ഡയാലിസിസ് ആരംഭിച്ചു. ഡയാലിസിന് ശേഷം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ വേണം, വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. ഏകദേശം 4 മാസങ്ങൾക്ക് ശേഷം എന്റെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുകയുണ്ടായത് 2007 ഏപ്രിൽ 11 2007 ഏപ്രിൽ 11 എന്റെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുകയുണ്ടായി. എനിക്ക് അസുഖം കണ്ടെത്തുവാൻ കഴിഞ്ഞത് 2006 ഡിസംബറിലായിരുന്നു. 2006 ഡിസംബറിൽ അസുഖം കണ്ടെത്തുകയും 2007 ഏപ്രിൽ 11 എന്റെ വൃക്ക മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം വീണ്ടും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോയി. അങ്ങനെ മുന്നോട്ട് പോയതിന്റെ അടിസ്ഥാനത്തിലാണ് ഗോപിനാഥിന് വേണ്ടി കമ്മിറ്റി വിവരിക്കുവാൻ വേണ്ടി ഞങ്ങളെ ക്ഷണിക്കുകയുണ്ടായത്. അങ്ങനെ ഗോപിനാഥിന് വേണ്ടി കമ്മിറ്റി വിവരിക്കാൻ വേണ്ടി ഞങ്ങളവിടെ വാടാനപ്പള്ളിയിലെത്തി. വാടാനപ്പള്ളി എത്തിയപ്പോഴാണ് ഫാദർ ഡേവിസ് ചെറുമലാണ് അവിടുത്തെ ആ സമയത്തെ വികാരി. അദ്ദേഹം രക്ഷാധികാരിയായും ഞങ്ങൾ ഇവിടെ നിന്ന് പോയവർ കോർഡിനേറ്റേഴ്സായും ഗോപിനാഥിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ഗോപിനാഥിനും വൃക്ക ലഭ്യമാകുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല. അപ്പോഴാണ് ഫാദർ ഡേവിസ് ചെറുമൽ അദ്ദേഹത്തിന്റെ വൃക്ക നൽകാമെന്ന് പ്രഖ്യാപിക്കുന്നത്. അദ്ദേഹം വൃക്ക നൽകാമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഒട്ടേറെ എതിർപ്പുകൾ പല കോണുകളിൽ നിന്നും വരികയുണ്ടായി. അച്ഛൻ വൃക്ക കൊടുക്കേണ്ട എന്നൊക്കെ പല നിലപാടുകളും പല ഭാഗത്തുനിന്നും ഉണ്ടായി. പക്ഷെ അച്ഛൻ വളരെ ധീരനായ രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചു. എന്റെ വൃക്ക കൊടുക്കുക എന്നുള്ളതാണ് എന്റെ സന്ദേശം എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രതികരിക്കുകയും അദ്ദേഹത്തിന്റെ വൃക്ക ദാനം ചെയ്യുകയുമായിരുന്നു. അദ്ദേഹത്തിന്റെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, ഗോപിനാഥിന് വൃക്ക മാറ്റിവെക്കുന്ന സമയം, ഫാദർ ഡേവിസ് ചെറുമലിന്റെ വൃക്ക എടുക്കുന്ന സമയം, അതിനുവേണ്ടി ശസ്ത്രക്രിയ നടക്കുന്ന സമയത്താണ് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടന തൃശൂർ പ്രസ് ക്ലബ്ബിൽ പത്രസമ്മേളനം നടത്തി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുന്നത്. അങ്ങനെയാണ് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടന രൂപീകൃതമാകുന്നത്. പലപ്പോഴും പല സംഘടനകളും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാറുണ്ട്. പക്ഷെ അവയവം ദാനം ചെയ്തുകൊണ്ട്, ആ അവയവം ദാനം ചെയ്യുക എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അങ്ങനെ രൂപീകരിക്കപ്പെട്ട സംഘടനകളിൽ അത്യപൂർവമായിരിക്കും കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടന എന്ന കാര്യത്തിൽ സംശയമില്ല. ബെന്നി സൗഹൃദം എന്ന് പറയുന്നത് ഏകദേശം 23 വർഷത്തോളം സൗഹൃദമായിരുന്നു. ഞാൻ തുടക്കം ഇവിടെ അഭിഭാഷകനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാലം മുതലേ ബെന്നി വക്കീലായിട്ട് അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയാണ്. ആ ഒരു സൗഹൃദം ഇപ്പോഴും തുടരുന്നു.
അദ്ദേഹത്തിന്റെ അസുഖം വരുന്നതിന് വളരെ മുന്നേ തന്നെ വൃക്കരോഗികൾക്ക് വേണ്ടിയിട്ട് കൂട്ടായ്മകൾ സംഘടിപ്പിക്കുകയും അവരുടെ ദൈനംദിന ചെലവുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകളുടെ നിന്ന് പൈസ പിരിച്ച് രോഗം ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഖ്യ സ്വരൂപിക്കുക, അങ്ങനെ അവർക്കൊരു മാനസികമായ ധൈര്യം കൊടുക്കുക എന്നീ പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം വളരെയധികം വ്യാപൃതനായിട്ടുള്ള ആളാണ്. അതിനുവേണ്ടിയിട്ട് ഒരുപാട് സമയവും ഒരുപാട് സംഘടനാ ശക്തിയും ഉപയോഗിച്ച് ഈ വൃക്കരോഗികൾക്ക് നല്ലൊരു ആത്മവിശ്വാസവും നല്ല സാമ്പത്തികമായ ഭദ്രത ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ ചികിത്സ സുഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള യജ്ഞത്തിന് വളരെയധികം നിർണായക സംഭാവനകൾ നടത്തിയിട്ടുള്ള വ്യക്തി കൂടിയാണ് ബെന്നി വക്കീല്. ഫാദർ ഡേവിസ് ചെറുമലിന്റെ പാത പിന്തുടർന്നുകൊണ്ട് കൊച്ചൗസേ ചിറ്റലപ്പള്ളി തുടങ്ങിയ ഒട്ടേറെ വ്യക്തികൾ ഈ പ്രവർത്തനവുമായി മുന്നോട്ട് വന്നു. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമായി. മാനവകാരുണ്യ യാത്രകൾ നടന്നു. ആ മാനവകാരുണ്യ യാത്രകളുടെ ഭാഗമായി കേരളത്തിലെ പൊതുസമൂഹത്തിൽ അവയവദാനത്തിന്റെ പ്രസക്തി വളരെയേറെ വർദ്ധിക്കുകയുണ്ടായി. ഞങ്ങളുടെ ഇടവക, കാരണം സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് എന്ന് പറയുന്ന ആ ഇടവക ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ അവയവദാന ഇടവകയായി പ്രഖ്യാപിക്കപ്പെട്ടു. അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ അടുത്ത വർഷം ഞങ്ങളുടെ പെരുന്നാൾ നടക്കുന്ന ദിവസം ഞങ്ങളുടെ ഒരു സഹോദരൻ, ഞങ്ങളുടെ ഒരു ഇടവകക്കാരൻ ജോയി എന്നു പേരായ മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു വ്യക്തി മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. അദ്ദേഹം അമൃത ആശുപത്രി ചികിത്സയിലായിരുന്നു. ഈ പെരുന്നാൾ ദിവസമാണ് അദ്ദേഹത്തിന് മസ്തിഷ്ക മരണം സംഭവിക്കുന്നത്. അവിടുത്തെ ഡോക്ടർമാർ അവരുടെ കുടുംബക്കാരോട് വന്ന് ചോദിക്കുകയാണ്, എന്തായാലും ജോയി മരണത്തോട് മല്ലടിക്കുകയാണ്, അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മരിക്കും. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അവയവങ്ങൾ നമുക്ക് മറ്റുള്ളവർക്ക് ദാനം ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും സഹോദരന്മാരും അമ്മയും വളരെ ദുഃഖം നിലനിൽക്കുന്നെങ്കിൽ പോലും തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടുകൂടി അദ്ദേഹത്തിന്റെ അവയവങ്ങൾ, എടുക്കാവുന്ന അവയവങ്ങളെല്ലാം എടുക്കാൻ പറഞ്ഞുകൊണ്ട് ആ അവയവങ്ങൾ മുഴുവൻ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുകയായിരുന്നു. അടുത്ത ദിവസമായിരുന്നു അദ്ദേഹത്തിന്റെ പെരുന്നാൾ ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസമായിരുന്നു അദ്ദേഹത്തിന്റെ ശവസംസ്കാര ശുശ്രൂഷ. ആ ശവസംസ്കാര ശുശ്രൂഷ നടക്കുന്ന സമയത്ത് ആ ശുശ്രൂഷയിൽ ഈ അവയവം ലഭിച്ച ആളുകളുടെ ബന്ധുക്കൾ ആ പരിപാടിയിൽ പങ്കെടുത്തു എന്നത് വളരെ മനുഷ്യസ്നേഹത്തിന്റെ ഒരു പ്രകടമായ ഒരു ഉദാഹരണമായി മാറി. അപ്പൊ അത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വരുത്തുവാനായിട്ട് ഇത്തരം ആശയങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വൃക്കരോഗം മൂലം ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ ദീനത അനുഭവിക്കുന്ന, അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തന്നെ ഞങ്ങൾ കൂട്ടായി തീരുമാനിച്ചു. അങ്ങനെ കണ്ടശാങ്കടവ് ജീവകാരുണ്യ സമിതി രൂപീകരിക്കുകയും പിന്നീട് അതിന്റെ നേതൃത്വത്തിൽ കണ്ടശാങ്കടവ് എന്ന പ്രദേശം മാത്രമല്ല ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ആളുകളെ സഹായിക്കാനായിട്ട് ഞങ്ങൾ തയ്യാറെടുത്തു. എനിക്ക് തോന്നുന്നു സതീശന്റെതിന് ശേഷം ജാൻസി വർഗീസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ, 2 കുട്ടികളുള്ള ഒരു സ്ത്രീയാണ്, അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കമ്മിറ്റി രൂപീകരിക്കാനും പിന്നെ തുടർന്ന് അന്തിക്കാടുള്ള ബഷീർ, അങ്ങനെ ഈ 3 വ്യക്തികളുടെയാണ് ആരംഭം. 98, 2000, 2001 കാലഘട്ടങ്ങളിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതെങ്കിലും പിന്നീട് ഇത്തരത്തില് ദുരിതം അനുഭവിക്കുന്ന അല്ലെങ്കിൽ നിരാലംബരായ ആരുമില്ലാത്ത ആളുകൾക്ക് ഇത്തരത്തിലുള്ള വലിയ മാറാരോഗങ്ങൾ, വലിയ ചികിത്സാ ചെലവുകൾ വരുന്ന രോഗങ്ങൾ വരുമ്പോൾ അത് തൃശൂർ ജില്ലയിലെ എല്ലാ ഭാഗത്തും ഞങ്ങൾ ഓടിയെത്തുകയും ഞങ്ങൾ ചെയ്തിരുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ആ രോഗിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ മറ്റ് സാമൂഹിക സംഘടനകൾ, സാമുദായിക സംഘടനകൾ എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് ആ ഗ്രാമത്തിലെ ആ രോഗിക്ക് പറ്റിയ അല്ലെങ്കിൽ അവർക്കുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കാൻ അവിടുത്തെ തന്നെ ജനങ്ങളുടെ കൂട്ടായ്മ വളർത്തിക്കൊണ്ടുവന്ന് അതിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എന്ന് പറഞ്ഞാൽ ആ കമ്മിറ്റി ആ നാടിന്റെ ഒരു പരിച്ഛേദമാണ്. അതിൽ എല്ലാ വിഭാഗമുള്ള ആളുകൾ ആ കമ്മിറ്റിയിൽ വരും. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആ നിലയിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഏറെയാണ്. ഒട്ടേറെ തലങ്ങളിൽ ഇതിനെ സംബന്ധിക്കുന്ന ക്ലാസുകൾ സംഘടിപ്പിച്ചും അവയവദാന ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടും ഇന്ന് ഒരുപക്ഷെ കേരളത്തിന്റെ ഒരു മാറിയ ചിന്താഗതിക്ക് പോലും നിദാനമായിട്ടുള്ളത് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഘടനയാണെന്ന് കരുതാം. പലപ്പോഴും അവയവദാനത്തെക്കുറിച്ച് നമുക്ക് പലപ്പോഴും വലിയ ഭയപ്പാടാണ്.
ജീവിച്ചിരിക്കുമ്പോൾ പോലും നിർവഹിക്കാവുന്ന ഒരു കർമ്മമായിട്ടാണെങ്കിൽ പോലും മരണമടയുന്ന സമയത്തും ദാനം ചെയ്യുവാനായിട്ട് നമ്മൾ വലിയ മടി കാട്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നുകൊണ്ടിരിക്കുന്നത്. അവയവദാനത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയുവാനുള്ളത്, ഒരുപക്ഷെ 8 വർഷം മുന്നാണ് ഏകദേശം എന്റെ ശസ്ത്രക്രിയ നടക്കുന്നത്. 8 വർഷം മുന്നേ ഒരു വൃക്ക എനിക്ക് ലഭ്യമായില്ലെങ്കിൽ ഒരുപക്ഷെ ഈ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ ഞാൻ ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ അവയവ മാറ്റിവെക്കാം എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് നമ്മളുടെ സാങ്കേതിക വിദഗ്ധർ വളർന്നപ്പോൾ, മെഡിക്കൽ സാങ്കേതിക രംഗം വളർന്നപ്പോൾ തീർച്ചയായും നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കർമ്മം, സൽക്കർമ്മം എന്ന് പറയാവുന്നത് നമ്മുടെ അവയവങ്ങളെല്ലാം തന്നെ ദാനം ചെയ്യുന്ന തലത്തിലേക്ക് നമ്മൾ ഉയരുക എന്നുള്ളതാണ്. നമ്മൾ നശിച്ചു പോകുന്ന അവയവങ്ങളാണ് ഇവയെല്ലാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ പ്രകാരം ഈ അവയവങ്ങളെല്ലാം മണ്ണിലേക്ക് പോകുന്നു. ചില ആളുകളുടെ വിശ്വാസ പ്രമാണങ്ങൾ അത് അഗ്നിക്കിരയാകുന്നു. ഇങ്ങനെ നശിച്ചു പോകുന്ന ഈ അവയവങ്ങൾ, ആർക്കും ഉപകാരമില്ലാതെ പോകുന്ന അവയവങ്ങളിൽ നിന്ന് എടുക്കാവുന്ന അവയവങ്ങളെല്ലാം എടുത്ത് മറ്റുള്ളവർക്ക് ജീവൻ പകരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മരണമടഞ്ഞ വ്യക്തിയുടെ ആ ഒരു അവയവം മറ്റൊരാളിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ഒരു അമരത്വമാണ്, മരിച്ചുപോയ ഒരു വ്യക്തിയുടെ അമരത്വമാണ്. പലപ്പോഴും നമ്മൾ ഈ സമൂഹത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ പലപ്പോഴും പറയുന്ന ഒരു സംഗതി, എന്തെങ്കിലും നിങ്ങൾ ഈ സമൂഹത്തിന് ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ശേഷിപ്പുകൾ ഈ സമൂഹത്തിന് ഉണ്ടായിരിക്കണം, അത് ആ സമൂഹം തിരിച്ചറിയണം എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും വലിയ തിരിച്ചറിവിന്റെ പ്രതീകം നിങ്ങളുടെ അവയവം ഈ ഭൂമിയിൽ അവശേഷിക്കുക എന്നുള്ളതാണ്. അത് മറ്റുള്ളവരിലേക്ക് ജീവൻ പകരുന്നു എന്നുള്ളത് വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കണ്ണ് കാണാത്തവന് മാത്രമേ കണ്ണിന്റെ വില മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഈ ലോകത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ കണ്ണ് അനിവാര്യമാണ്. കണ്ണില്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇപ്പോഴും നമുക്ക് കണ്ണുകൾ വേണ്ടത്ര ഇല്ലാതെ ശ്രീലങ്കയിൽ നിന്ന് കണ്ടുവരുന്നൊരവസ്ഥയിലാണ് നമ്മൾ പലപ്പോഴും ഇന്ന് കാത്തിരിക്കുന്നത്. ഇന്ത്യയിലെ ആളുകളുടെ മരണശേഷമുള്ള കണ്ണുകൾ എടുത്താൽ തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കുവാൻ ഒട്ടേറെ കണ്ണുകൾ നമുക്ക് ലഭ്യമാകും. ലോകത്തിന് മുഴുവൻ നമുക്ക് വിതരണം ചെയ്യാൻ കഴിയും. പക്ഷെ പലപ്പോഴും നമ്മൾ അത്തരത്തിലുള്ള പ്രവൃത്തികൾക്ക് നമ്മൾ മുതിരാത്ത ഒരു സാഹചര്യമാണുള്ളത്. മറ്റുള്ളവർക്കും ആ ലോകത്തിന്റെ ഭംഗി ആസ്വദിക്കുവാൻ പറ്റുന്ന തലത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഈ ഭൂമിയിൽ അവശേഷിച്ചാൽ, ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ കണ്ട അതേ കാഴ്ച മരണമടഞ്ഞും നമ്മൾ കാണുകയാണ് എന്നൊരു നിർവൃതിയിലേക്ക് പൊതുസമൂഹം എത്തിപ്പെടേണ്ട ഒരു കാര്യമാണ്. പക്ഷെ വലിയ മാറ്റങ്ങൾക്ക് ഇപ്പോൾ വഴി തെളിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സാമൂഹിക പ്രവർത്തന ബെന്നിയുടെ വീടിന്റെ പരിസരത്ത് ബെന്നിയുടെ കുറച്ച് ഫ്രണ്ട്സായിട്ട് സാമൂഹിക പ്രവർത്തനം നടത്തിയിരുന്നത് അറിയാം എനിക്ക്. പിന്നെ ആ സമയത്ത് ബെന്നി വളരെ ലളിതമായ ജീവിതമാണ്. കാരണം എല്ലാ വക്കീലന്മാരും വണ്ടിയിലൊക്കെയാണ് കോടതിയിലേക്ക് വരാറ്. അപ്പോൾ ഞാൻ ബെന്നിനെ പരിചയപ്പെടുമ്പോൾ ബെന്നി ബസ്സിലാണ് കോടതിയിലേക്ക് വരാം. ബസ് ഇറങ്ങി ബസ് സ്റ്റോപ്പ് തൊട്ട് ഓഫീസിലേക്കും ഓഫീസിൽ നിന്ന് കോടതിയിലേക്കും എല്ലാം നടന്നിട്ടാണ് അന്ന് പോയിരുന്നത്. സാമൂഹികമായ പ്രവർത്തനങ്ങൾ നടത്തിയത് എനിക്കറിയാം. കൂടുതലായിട്ട് നടത്തിയിരുന്നത് അന്ന് കേട്ടിരിക്കുന്നത് പാവപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ തുറക്കുമ്പോൾ യൂണിഫോം, പുസ്തകം, കൊട, ഇതൊക്കെ അവരുടെ കുറച്ചൊരു സർക്കിള് ഗ്രൂപ്പുകളുണ്ട്. ഒരു തോമസ് പള്ളിക്കുന്ന് എന്ന് പറഞ്ഞ ആളുണ്ട്. മെയിനായിട്ട് ഞാൻ നേരിട്ട് അറിയുന്ന ആളാണ്. അവരൊക്കെ കൂടി ഒരു ഗ്രൂപ്പുണ്ട്. അവരാണ് ഇതിന് മെയിനായിട്ട് നടത്തി ചുക്കാൻ പിടിച്ചിരുന്നത്. സതീശനാണെങ്കിലും ഗോപിനാഥനാണെങ്കിലും ഞാനാണെങ്കിലും ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള മറ്റുള്ളവരുടെ സുഹൃതത്തിന്റെ ഭാഗമായിട്ടാണ്. മറ്റുള്ള അവയവം ദാനം ചെയ്യുവാൻ തയ്യാറായി വന്നില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഞങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ആ തലത്തിലേക്ക് ഇനിയും ഒട്ടേറെ വൃക്ക രോഗികളുണ്ടാകും, ലിവർ സംബന്ധമായ രോഗികളുണ്ടാകും. നമ്മുടെ ആ വികസനം, ഒരു മെഡിക്കൽ രംഗത്തെ ആ വികസനത്തിന്റെ ഭാഗമായി ഹൃദയം പോലും മാറ്റിവെക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഹൃദയം പോലും നമുക്ക് മാറ്റിവെക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളുടെ സാങ്കേതിക വിദഗ്ധർ വികസിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ഒരു സംഖ്യ. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും ചോദിക്കുന്നത് അതേ ചോദ്യമാണ്. നശിച്ചു പോകുന്ന അവയവങ്ങളെങ്കിലും നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുത്തുകൂടാ? ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ അവയവം പകുത്തു നൽകിയാൽ അത് വലിയ ത്യാഗമാണ്. ആ ത്യാഗത്തിന് ഒരുപക്ഷെ നമുക്ക് പലപ്പോഴും കഴിഞ്ഞു എന്ന് വരില്ല. എന്നിരുന്നാലും നശിച്ചു പോകുന്ന അവയവങ്ങൾ, നമ്മുടെ മരണാനന്തരമുള്ള ആ അവയവങ്ങൾ നമുക്ക് ദാനം ചെയ്തുകൂടെ? അത് ഒരു രീതിയിലും നമുക്ക് ജീവിതത്തെ പുറകോട്ട് പിടിച്ച് വലിക്കലായിരിക്കില്ല. അത് എപ്പോഴും നമ്മളുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു രീതിയാണ്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള
കൂടിച്ചേരുന്ന സമയങ്ങളിൽ, കൂട്ടായ്മകൾ കൂടിച്ചേരുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, അവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെയാണ് അവിടെ ആളുകൾ വന്നുചേരുന്നത്. മതചിന്തകൾ അവിടെയില്ല, വർഗീയ ചിന്തകൾ അവിടെയില്ല. അവിടെ എല്ലാ ഇസങ്ങളിൽപ്പെട്ട ആളുകളും എല്ലാ മതങ്ങളിൽപ്പെട്ട ആളുകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആരാണോ രോഗി എന്ന് നോക്കാതെ, അയാളുടെ ചിഹ്നങ്ങളോ അടയാളങ്ങളോ പരിഗണിക്കാതെ ഈ സമൂഹം മുഴുവൻ ഒന്നായി മാറി ആ രോഗിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി ഒരു കൂട്ടായ്മ രൂപപ്പെടുമ്പോൾ അത് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾക്കാണ് വഴിവെക്കുന്നത്. പലപ്പോഴും രാഷ്ട്രീയ സംഘടനകൾ പോലും ഇത്തരം ഘട്ടങ്ങളിൽ നിന്ന് നമുക്ക് അന്യമാകും എന്നുള്ള ഒരു സംഗതിയുണ്ട്. മനുഷ്യ മനസ്സിന്റെ നന്മയാണ് അവിടെ പ്രകടിതമാകുന്നത്. വ്യത്യസ്ത ചിന്താഗതിയുള്ള ആളുകൾ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അത് സമൂഹത്തിന് വളരെ ഗുണകരമായി പരിണമിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് നമ്മൾ കാണേണ്ടതാണ്. അപ്പോൾ ആ ഒരു സന്ദേശമാണ്, അവയവദാനത്തെക്കുറിച്ചുള്ള ആ ഒരു സന്ദേശമാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് വയ്ക്കുവാനുള്ളത്. അവയവദാനം ചെയ്തോ അല്ലെങ്കിൽ രോഗിയുടെ ചികിത്സയ്ക്ക് സാമ്പത്തിക സഹായം നൽകിയോ തങ്ങളാലാവുന്ന വിധം അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുക. അവയവദാനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും. പ്രൊഡ്യൂസർ ജീവൻ പങ്കിട്ടവർ, ഡിവൈൻ വിഷൻ, ചാലക്കുടി, തൃശൂർ.